നമസ്കാരം. നമ്മൾ ഇതുവരെ 2023-ൻ്റെയും 2024-ലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 2022-ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടിയിലൊന്നും ആദ്യം പറയുന്നില്ല. പക്ഷേ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ബാക്കിയേക്കാളും ഒരു നല്ല ഇത് ഞാൻ എഴുതിയ എക്സാം 2022 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയ എക്സാം. അപ്പോൾ ഞാൻ എഴുതിയതുകൊണ്ട് ഞാൻ പറയല്ല, കുറച്ച് സ്റ്റാഷുള്ള ചോദ്യങ്ങളാണ് ഇതിനകത്തുള്ള എല്ലാം. അപ്പോൾ നമുക്ക് കൂടുതൽ വാചകമൊന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ മക്കൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനാണ് അല്ലെങ്കിൽ ഇതാണെന്ന് പറഞ്ഞ ഒരു രീതിയിൽ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോകല്. എൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക. ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതി കഴിഞ്ഞിട്ട് എൻ്റെ എക്സ്പ്ലനേഷൻ ഫുള്ള് കേൾക്കുക. കാരണം ഞാൻ അതിനകത്ത് എന്താണ് കുറച്ച് അടുത്ത ഈ ഏരിയയിൽ നിന്ന് വരുന്ന വേറെ ക്വസ്റ്റ്യൻസും കൂടെ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ മക്കൾ അതെല്ലാം ഒന്ന് വിജിലൻ്റ് ആയിട്ടിരിക്കുക. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പൊളിയായിട്ട് നമുക്കിരിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ പോവാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ദ പ്രോഡക്ട്സ് ഒരു മക്കളെ ദ പ്രോഡക്ട്സ് ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ അക്വസ് സൊല്യൂഷൻ ഓഫ് K4FeCN6 ആൻഡ് ഹാഫ് H2O2R. ഓക്കെ. അപ്പോൾ ഇതാണ് ചോദ്യം. ഇത് ഏത് ചോദ്യം എന്നാണെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇച്ചിരി കോർഡിനേഷൻ കെമിസ്ട്രിയുണ്ട്, ഇച്ചിരി ഹൈഡ്രജനുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഹാഫ് H2O2 എന്ന് പറഞ്ഞാൽ അതൊരു ആംഫിട്രോപിക് സ്പീഷ്യൻ. ആംഫിട്രോപിക് സ്പീഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ഓക്സിഡേഷൻ ഏജൻറ്റുമായിട്ട് ആക്ട് ചെയ്യുക, റെഡ്യൂസിങ് ഏജൻറ്റുമായിട്ട് ആക്ട് ചെയ്യുക. ഇതിനെ ഇവിടെയുള്ള സമയത്ത് ഈ ഒരു കോംപ്ലക്സുമായിട്ട് ഇത് ചേരുമ്പോൾ ഇത് Fe+2 എന്ന് പറയുന്ന സ്റ്റേജിലിരിക്കുന്ന Fe അയണിനെ എന്ന് പറഞ്ഞാൽ K4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുകയൊക്കെ അറിയാം. 4+X-6X+2 എന്നൊക്കെ വരുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇതിനെ ഓക്സിഡൈസേഷൻ സംഭവിപ്പിക്കുകയാണ് ഈ H2O2 എന്ന് പറഞ്ഞാൽ ഈ +2 എന്നുള്ള ഓക്സിഡൈസേഷൻ സ്റ്റേറ്റിനെ ഈ Fനെ +3 സ്റ്റേറ്റിലേക്ക് ഈ H2O2 ഹാഫ് H2O2 ആക്കും. എന്നിട്ട് അപ്പോൾ ഈ +2 എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ +3 ഉള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ടാക്കും H2O2 Fe. എന്നിട്ട് ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്ന ഇതിൽ നിന്നുള്ള ഒരു വാട്ടറും ഈ കോംപ്ലക്സിൽ നിന്നുണ്ടാകുന്ന ഒരു K+ഉം കൂടെ എന്താണ് അതും കണ്ടുകൂടെ റിയാക്ഷൻ ചെയ്തിട്ട് ആസ് എ റിസൾട്ട് ഓഫ് KOH ഉണ്ടാവുകയും ചെയ്യുമെന്ന് നമുക്കറിയാമല്ലോ അതിൻ്റെ ഇതായിട്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ വളരെ ഇതായിട്ട് വിശകലനം ചെയ്തിട്ട് നമ്മുടെ 12ഓളം മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ മോക്ക് ടെസ്റ്റുകളിലും ഇതേപോലുള്ള സിമിലർ ചോദ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻ്റെ എന്താണ് പറയുക ചോദ്യം ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഈ ഹാഫ് H2O2 ഈ Fe +2 നിന്ന് +3 ആക്കുക എന്നുള്ള ഐഡിയ കിട്ടി. ഇനി നിങ്ങൾക്ക് ആ ഐഡിയ എക്സാം സമയത്ത് ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ത്രൂ ഇൻ ടു ദ ഓപ്ഷൻസ്. ഈ ഓപ്ഷനിലേക്ക് പോവാം. H2O, KOH, H2OH ഇങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. H2O2 ഓക്സിഡേഷൻ ഏജൻ്റായിട്ടും റെഡ്യൂസിങ് ഏജൻ്റായിട്ടും ഒക്കെ ആക്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നതെന്നൊക്കെ ഉള്ള ഒരു പ്രോപ്പർ ഐഡിയ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആസ് എ റിസൾട്ട് നമുക്ക് ഇത് എഴുതാലോ, ഇങ്ങനൊരു KOH ഉണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വേറൊരു ഓപ്ഷനിലും KOH കാണാത്തതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് പറയാമല്ലോ. ഇനി നിങ്ങൾക്കൊന്ന് മേക്ക് ഷുവർ ചെയ്യാനായിട്ട് ഈ K3FeN6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ നോക്കിക്കോ. 3 + X - 6 = 0, X = 3 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ എന്താണ് Fe+2നെ Fe+3 ആക്കിയില്ലേ. അപ്പോൾ എന്തായാലും ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാമല്ലോ. 2022 മക്കളെ മോക്ക് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നുകൂടെ പറയണം. നിങ്ങൾക്ക് വേണ്ടതിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്കിലുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് എക്സാം എഴുതുന്ന പോലെ അവിടെ എഴുതാൻ പറ്റും. അതാണ് നമ്മുടെ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു കൂടെ ഞാൻ പറഞ്ഞു. ഓക്കെ. ഫോർ ദ കളർലെസ് കോംപ്ലക്സ്, ശ്രദ്ധിക്കേണ്ട വാക്കാണ് കളർലെസ് കോംപ്ലക്സ്. ഇത് കോർഡിനേഷൻ കെമിസ്ട്രിയിലെ ചോദ്യമാണ്. ഫോർ ദ കളർലെസ് കോംപ്ലക്സ് MH2O6N+, where M is a 3D transition metal, the correct ground state electronic configuration. ഓക്കെ. ഇതിനകത്ത് ഒറ്റ വേർഡ് കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് വയ്ക്കാം കളർലെസ്. പൊതുവെ D0-യും D10-ഉം കോംപ്ലക്സസിൽ നല്ല എന്താണ് വരുന്നത്, കളർലെസ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ D0
എവിടെ ഇല്ല. ഇനി അപ്പോൾ D10 ഉണ്ടോ നോക്കണം. ബി നോക്ക്, ഇവിടെ 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇതല്ല. ഇവിടെ 8 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇതും അല്ല. ഇവിടെ 6 ഇലക്ട്രോൺ ഇല്ല. ഓപ്ഷൻ എയിലല്ലേ മക്കളെ കറക്റ്റ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ എയിലല്ലേ. ഓപ്ഷൻ എയിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. 10 ഇലക്ട്രോൺസ് ഉണ്ട്. 10 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് ഇതെന്താണ്, കളർലെസ് ആവും. കളർലെസ് ആവും അല്ലേ? അല്ലേ? ഇനി ഞാൻ ഒരു കാര്യം കൂടെ എക്സ്ട്രാ ആയിട്ട് പറയാം മക്കളെ. ഈ D10 ആകുമ്പോൾ എന്തുമായിക്കോട്ടെ, സ്ട്രോങ് ഫീൽഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വീക്ക് ഫീൽഡ് ആയിക്കോട്ടെ, എങ്ങനെ വന്നാലും ഈ രണ്ടിടത്തിനും, രണ്ട് സാധനത്തിനും ഒരേ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാ. നോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചേഞ്ച്. D10 ആകുമ്പോൾ ഒരു വ്യത്യാസവും വരില്ല. ഓക്കെ. D5 ആകുമ്പോൾ മാറാമല്ലോ. D5 ആകുമ്പോൾ സ്ട്രോങ്ങിനും വീക്കിനും അനുസരിച്ച് മാറാമല്ലോ. സ്ട്രോങ് ആണെങ്കിൽ D5 ആകുമ്പോൾ T2G5 EG1 എന്ന് എഴുതാം. പക്ഷെ വീക്ക് ആകുമ്പോൾ T2G3 എന്നും EG2 എന്നും എഴുതാമല്ലോ. അപ്പോൾ മക്കളെ ഇതൊക്കെ ഒന്ന് നോക്കുക. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത്രയും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, വേറെയുള്ള ഈ ഒരു ഭാഗത്തിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതിലൂടെ തന്നെ ഒന്ന് കവർ ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ഓക്കെ, അടുത്ത പി ബ്ലോക്ക് എന്നുള്ള ചോദ്യമാണ്. ഫസ്റ്റ് ഇയർ പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് C60 ഫുള്ളറിൻ. ഫുള്ളറിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പേരും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫുള്ളറിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേരും കൂടെ പഠിച്ചിട്ടുണ്ട്. ബക്കീബോൾ എന്ന് പഠിച്ചിട്ടുണ്ട്. ബക്കീബോൾ എന്ന് പറഞ്ഞാൽ ഇത് C60 ആണ്. ഇതിനകത്ത് 20 ഹെക്സഗണും ഉണ്ട്, 12 പെൻറ്റഗണും ഉണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ് ആൻസർ തന്നെയാണ്. എന്നും പറയുന്ന ഡയലോഗ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഇങ്ങനെ ഇതിന് പേന എടുക്കുന്നതിനെ മോട്ടർ കിട്ടടിക്കണം. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം, ഇതിനകത്ത് എന്താണ്, ഹെക്സാഗൺ ഉണ്ട്, പെൻറ്റഗൺ ഉണ്ട്. ഹെക്സാഗൺ എന്ന് പറഞ്ഞാൽ 6 മെമ്പേർഡും, അതുപോലെ തന്നെ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ 5 മെമ്പേർഡും. അപ്പോൾ ഈ ഫുള്ളറിനകത്ത് നമുക്ക് ഡയറക്റ്റ് ആൻസർ തന്നെ പറഞ്ഞിട്ടുണ്ട്. 5 മെമ്പേർഡ് റിങ്സ് ഫ്യൂസ് ചെയ്തിരിക്കുന്നത് 6 മെമ്പേർഡ് റിങ്സുമായിട്ടാണ്. എന്നാൽ 6 മെമ്പേർഡ് റിങ്സ് ഫ്യൂസ് ചെയ്തേക്കുന്നത് ബോത്ത് 5 ആൻഡ് 6 ആയിട്ടും ഫ്യൂസ് ചെയ്തിട്ടുണ്ട്. 5 മെമ്പറൈൻഡ് റിങ് 6 മെമ്പറൈൻഡ് ആയിട്ടും, 6 മെമ്പറൈൻഡ് റിങ് 5 ആൻഡ് 6 മെമ്പറൈൻഡ് ആയിട്ടും ഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് വായിച്ച് നോക്കുമ്പോൾ 5 മെമ്പേർഡ് റിങ്സ് ആർ ഫ്യൂസ്ഡ് വിത്ത് 6 മെമ്പേർഡ് റിങ്സ് ഓൺലി. ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ നമുക്ക് ഉത്തരമുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ കൂടെ ഒന്ന് വായിച്ച് നോക്കുക. 6 മെമ്പേർഡ് റിങ്സ് ആർ ഫ്യൂസ്ഡ് വിത്ത് 5 മെമ്പേർഡ് റിങ്സ് ഓൺലി. അല്ല, 6 മെമ്പേർഡ് റിങ്സ് 5 മെമ്പേഴ്സിനോട് മാത്രമല്ല 6 മെമ്പേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റാച്ച് ഇട്ടിരിക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇത് നോക്കുമ്പോൾ അടുത്ത ഓപ്ഷൻ നോക്കുക. 6 മെമ്പേർഡ് റിങ്സ് ആർ ഫ്യൂസ്ഡ് വിത്ത് 6 മെമ്പേർഡ് ഓൺലി. അല്ല, നമ്മൾ പറഞ്ഞു 5 മെമ്പേർഡ് വർക്കുണ്ട്. ഇനി 5 മെമ്പേർഡ് റിങ്സ് ആർ ഫ്യൂസ്ഡ് ഓൺലി വിത്ത് ബോത്ത് 5 മെമ്പേർഡ്സ് അല്ലെ 6 മെമ്പേർഡ് റിങ്സ്. അല്ല, 5 മെമ്പേർഡ്സ് 6 മെമ്പേർഡ് ആയിരുന്നെങ്കിൽ ഈ ഓപ്ഷനും കറക്റ്റ് ആയിരുന്നു നമുക്ക് പറയുന്നു. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്ന് നമുക്ക് മനസ്സിലല്ലോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ പീരിയോഡിസിറ്റി എന്നാണ്. പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ ജനറൽ സാധനമായിട്ട് ഇത് ബി ബ്ലോക്ക് എന്ന് കൊടുത്തുകൊണ്ട് ഇത് ബി ബ്ലോക്ക് ആയില്ല. ഇതിന്റെ കൺസെപ്റ്റ് പറയുന്ന പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ ഫസ്റ്റ് ഇയറിലെ നമുക്ക് പോവാം. ദ ഫസ്റ്റ് ടു ഫിഫ്ത്ത് അയണൈസേഷൻ എനർജി ഓഫ് 2 പി ബ്ലോക്ക് എലമെന്റ് എക്സ് ആൻഡ് വൈ തന്നിട്ടുണ്ട്. വാലൻസ് ഇലക്ട്രോൺ കണ്ടുപിടിക്കുക. അതിന് ഒരു ടേബിളിന്റെ സഹായത്തോടെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊന്നും വളരെ ലോജിക്കലി. നിങ്ങൾ ഈ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണെ കിക്ക് ചെയ്ത് എന്ന് പറഞ്ഞാൽ അവനെ പൊടിച്ച് എടുത്ത് കിക്ക് ചെയ്യാനുള്ള എനർജിയാണ് അയണൈസേഷൻ എനർജി എന്ന് മക്കൾക്കറിയും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവന് എന്താണ് ഒരു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 283 എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. ഇവിടുന്ന് ഒന്നാമത്തെ ഇലക്ട്രോൺ കളയാൻ ഒരു എനർജി ഉണ്ട്, രണ്ടാമത്തെ ഇലക്ട്രോൺ കളയാൻ ഒരു എനർജി ഉണ്ട്, മൂന്നാമത്തെ ഇലക്ട്രോൺ കളഞ്ഞിട്ട് നമ്മൾ 28 എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ M ആണെങ്കിൽ അതിൻ്റെ M3+ ഫോം എഴുതുമ്പോൾ ഈ 28 എന്ന് പറഞ്ഞ ഫോം വരും. ഇനി ഇവൻ സ്റ്റേബിളാണ്, അവന് ഒക്ടട്രൂൾ എന്ന് പറഞ്ഞാൽ 28 എന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കും. ഇനി അവനെ ഒരു ഇലക്ട്രോണെ കളയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അവൻ ഫുള്ളി ഫിൽഡായി. ഇനി കളയാൻ പാടില്ല. ഈ 3 എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ തട്ടി കളയുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ ഇവന്മാർ മറ്റേ ട്രിപ്പിൾ സ്ട്രോങ്.
അപ്പോൾ ഇവന്മാരെ കളയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കേസിൽ വരുമ്പോൾ 3 എണ്ണത്തിനെ നമുക്ക് പിന്നെയും മാനേജ് ചെയ്യും. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ നമുക്കത് ഒന്നുകൂടെ മനസ്സിലാവും. ഈ ടേബിൾ നോക്ക് മക്കളെ. ആദ്യത്തെ ഒരു ഇലക്ട്രോൺ കളയും ഇവിടെ 6, രണ്ടാമത്തെ ഇലക്ട്രോൺ കളയുമ്പോൾ 18.8, ഇവിടെ നോക്കൂ 20. നാലാമത്തെ ഇലക്ട്രോൺ കളയാൻ നേരം ഉണ്ടാവുന്ന ജമ്പ് നോക്കി 28/120. അപ്പൊ ഈ പറഞ്ഞ കേസ് പോലല്ലേ ആ കേസ് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ആദ്യത്തെ എക്സിന്റെ വാലൻസി ഇലക്ട്രോൺ 3 ആണെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ കാരണം ഈ ഒരു ജമ്പ് കാരണം, ഹൈ ഡിഫറൻസ് കാരണം ഇനി മൈ നോക്ക് മക്കളെ. അതുപോലെ തന്നെ വൈ നോക്കുമ്പോൾ 8 ഓക്കെയാണ്, 16 ഓക്കെയാണ്, 33, 40. അയ്യോ, 120 യൂണിറ്റോളം ഇലക്ട്രോൺ വോൾട്ടോളം കൂടി. ഇവിടെ അല്ലേ ഹൈ ഡിഫറൻസ് വന്നേ. അപ്പൊ ഈ മനസ്സിലാക്കാമല്ലോ ഇതിന്റെ വാലൻസി 4 ആണെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എ മാത്രമല്ലേ ഉള്ളൂ, 3ഉം 4ഉം ഒക്കെ മനസ്സിലായല്ലോ. രണ്ട് അയണൈസേഷൻ എൻതാൽപ്പികൾ തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കര കൂടുതലാണെങ്കിൽ ആ ഒരു കിക്ക് ചെയ്യാൻ എടുക്കുന്ന ഇലക്ട്രോൺ ആയിരിക്കും അതിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് മക്കൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, മനസ്സിലായല്ലോ, സെറ്റ് അല്ലേ മക്കളെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ, അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതൊരു ഇച്ചിരി മാത്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് കെമിസ്ട്രിയുടെ ആവശ്യം അധികമില്ല. എന്നാൽ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. Which of the following expression represent the hydrogen atom wave function shown in the figure below? ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഈ ഒരു ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് ഈ നമ്മൾ ഇങ്ങനെ ഓരോ പല ഗൈഡുകളിലും അല്ലെങ്കിൽ നമ്മുടെ പല മോക്ക് ടെസ്റ്റുകളിലും പല ഇതിലും ഇതുപോലുള്ള സിമിലർ ചോദ്യം ഡയറക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ബാക്കി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ JEE NEET എന്നൊക്കെ പറഞ്ഞ എക്സാമിനേഷനും ഈ ഒരു ടൈപ്പ് മോഡലിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എക്സാക്റ്റ് എന്നല്ല. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തൊരാൾക്ക് പെട്ടെന്ന് ഇതിന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനിയും അങ്ങനെ ഒരു ഐഡിയയും ഇല്ലാത്തവരൊക്കെ ഈ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് അറിയാൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് എടുക്കേണ്ട ഒരു സാഹചര്യം ആണ് വരുന്നത്. നമുക്ക് ഈ ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു മിനിമ ഉണ്ടല്ലേ. ആ മിനിമ ഏകദേശം ഒരു 4ൻ്റെ അടുത്തല്ലേ. ഈ മിനിമ കണ്ടുപിടിക്കുന്ന നിങ്ങൾക്ക് എന്നേക്കാൾ നല്ലോണം മാത്സ് അറിയാലോ. അപ്പം ഈ തന്നിരിക്കുന്ന മിനിമ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാതെ നമുക്ക് ഇതിലെ എക്സ്പ്രഷനിൽ ഏതാണെന്ന് മനസ്സിലാക്കും. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാവരും നമ്മൾ ഇത്രയും എന്ത് ചെയ്യണം, ഡെറിവേഷൻ ചെയ്ത് നോക്കണം. ഡെറിവേഷൻ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, ഡെറിവേഷൻ ചെയ്ത് 0 ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ മിനിമം 4ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. മിനിമം 4ആണെന്ന് നമുക്കറിയാം. മിനിമം 4ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിനെ ഡിറൈവ് ഇത്ര എണ്ണത്തിനെ ഡിറൈവ് ചെയ്തിട്ട് 0 വെച്ച് ചെയ്യുമ്പോൾ മിനിമം 4ആയിട്ട് കിട്ടിയാൽ നമുക്ക് മനസ്സിലാകും ഇതിലേതെങ്കിലും ആണെന്നാണ് ഓപ്ഷൻ. അപ്പൊ നമുക്ക് ഒരു കാര്യം ഇതിൽ നിന്ന് ഉറപ്പിക്കാം മക്കളെ. എന്തായാലും ഈ ബി എന്ന് പറയുന്നതിന് അർത്ഥത്തില്ല. കാരണം ഇതിനോട് ഈയോടനുബന്ധിച്ച് ഒരു ടേമും ഇല്ലാത്തതുകൊണ്ട് ഉറപ്പായിട്ട് ഇതല്ല ഉത്തരവെന്ന് നമുക്ക് ആദ്യമേ ഫിക്സ് ചെയ്യാം. ഇവനല്ല ഉത്തരം. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങൾക്ക് എന്നേക്കാൾ ഡെറിവേഷനും കാര്യങ്ങളും എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നേക്കാൾ വ്യക്തമായിട്ട് പല സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഓപ്ഷൻ എയിലെ ഡെറിവേറ്റീവ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ e⁻²a0 ഇൻറ്റു 1 - 2a0 ഇൻറ്റു ഇവിടെ മൈനസ് വരുമ്പോൾ പിന്നെ 2 - (6a0) പ്ലസ് e−r/2a0 മൈനസ് 1/a0. ഇതിനെ 0 എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് r = 4a0 എന്ന് പറയുന്ന രീതിയിൽ കിട്ടും. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ മിനിമ 4 ആണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തും. നിങ്ങൾക്ക് ഇത് ഫുൾ ഡിറൈവ് ചെയ്ത് കിട്ടുമ്പോൾ ഇത് ഫസ്റ്റിൻ്റെ ഡെറിവേഷൻ ആണ് മക്കളെ ഇത്. അപ്പോൾ ഫസ്റ്റിൻ്റെ ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞ് കിട്ടുമ്പോൾ ഇതിങ്ങനൊരു റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തും. r = 4a0. അപ്പം നമുക്ക് ഇതിൻ്റെ മിനിമം ഫിക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ സിയും നിങ്ങൾ ഇങ്ങനെ ഡിറൈവ് ചെയ്ത് നോക്കുമ്പോൾ
നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് R=2A0 എന്നാണ്. അപ്പോൾ അതിൻ്റെ മിനിമം എന്തായാലും രണ്ട് ഇവിടൊക്കെ വരത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും അത് 4 അല്ല മിനിമ നോട്ട് ഈക്വൽ ടു 4 ആണെന്ന് മനസ്സിലായി. ഡിത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ചെയ്യാം, കാരണം അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനകത്ത് സ്ക്വയർ ടേമൊക്കെ വരുന്നതുകൊണ്ട് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നല്ല ഒരു രീതിയിൽ ഇത് ചെയ്യും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിക്കോ, ഉറപ്പായിട്ടും ഇതിൻ്റെ മിനിമ നോട്ട് ഈക്വൽ ടു 4 ആണ്. ഇതിൻ്റെ മാത്രമേ മിനിമ ഈക്വൽ ടു 4 ആയിട്ടുള്ളൂ. മിനിമ നോട്ട് ഈക്വൽ ടു 4 ആയിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കുമ്പോൾ ഡെറിവ് ആയിട്ടുള്ള ഈ സാധനങ്ങൾ ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പുറത്ത് ഈ ടേമിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഈ -1 പ്ലസ് ആവും, ഈ 0 വെട്ടിക്കളയാൻ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ +4 ആവും. അങ്ങനെ നമുക്ക് ഓപ്ഷൻ 1ലേക്ക് നമുക്ക് ലീഡ് ചെയ്ത് ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് പറയാം. മക്കളെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതൊരിക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യനിൽ ചാടി ചെയ്യും. പക്ഷേ ഇത് തീരെ ഒരു പരിചയമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ. കാരണം നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്കൊരു നെഗറ്റീവ് മാർക്കിംഗ് ഈ എക്സാമിനേഷൻ ഉണ്ടെന്നറിയാം. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഐഡിയലി പറഞ്ഞത് ജസ്റ്റ് സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ. അതാണ് വളരെ ഐഡിയൽ ആയിട്ടുള്ളൊരു കാര്യം. വെറുതെ നമുക്കൊരു നെഗറ്റീവ് മാർക്കിംഗ് വേണ്ട. അതാണ് വളരെ ഐഡിയൽ ആയിട്ടുള്ള കാര്യം. ഞാൻ പറയുന്നത് ജസ്റ്റ് സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾ ഒരിക്കൽ കണ്ട ക്വസ്റ്റ്യൻ ആണ് ഇതേ സാധനം, ഇതേപോലെ മോഡലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ എന്താണ് മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതേ മോഡലിൽ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഒരിക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെയോ ഇതിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് ഓഫ് ചെക്കിങ്ങിൽ ക്വസ്റ്റ്യൻ, നമ്മൾ ആദ്യത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എഴുതും. എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എഴുതുക. അതിൻ്റെ ഉൾപ്പെടെ തന്നെ ഇച്ചിരി ലെങ്ത് ഉള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ സ്കിപ്പ് ചെയ്യുക. എൻ്റെ രണ്ടാമത്തെ വരവ് ഇവനെയൊക്കെ എടുത്തിരിക്കുക. കാരണം ആദ്യത്തെ വരവിൽ തന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ നേരം ഒന്നും ചെയ്യാൻ നേരം അധികം സമയം വേണ്ട. അതുപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നാലാമത്തെ ക്വസ്റ്റ്യൻ അത്രയും പോലും സമയം വേണ്ട. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ലാഭിച്ച സമയം നമുക്ക് ബാക്കി ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിന് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഹെൽപ്ഫുൾ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ ഒരു രണ്ടാമത്തെ വരവിനായിരിക്കും നിങ്ങൾ കൂടുതൽ ഇങ്ങനെയുള്ള ചോദ്യം അറ്റംപ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഓക്കെ, നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻക്ക് പോവാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേപോലെ ഒരു സാധനം കണ്ടായിരുന്നു, ആരോമാറ്റിസിറ്റി. ഇതേത് ചാപ്റ്ററിലാണ് മക്കളെ വരുന്നത്? ജനറൽ ഓർഗാനിക് കെമിസ്ട്രി അല്ലേ? ഓക്കെ, ആരോമാറ്റിസിറ്റി പറയുന്ന റൂൾ ഏതാ? ഹക്കൽസ് റൂൾ അല്ലേ? ഹക്കൽസ് റൂളിൻ്റെ മേജറായിട്ടുള്ള കണ്ടീഷൻ എന്താ മക്കളെ? 4n + 2π ഇലക്ട്രോണ് എന്ന് പറഞ്ഞാൽ 2π 6π 10π ഇലക്ട്രോൺസ് ഒക്കെ വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ മോളിക്യൂൾ വെച്ചിട്ടും വിച്ച് ഓഫ് ദ മോളിക്യൂൾസ് ആർ അരോമാറ്റിക് എന്നാണ്. അപ്പോൾ ഓരോ മോളിക്യൂൾസിനെയും ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഓരോ മോളിക്യൂളിൻ്റെ ഇവിടെ 3 ഇതെന്തായാലും പിരിഡിനാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 1 2 3 3 പൈ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ 3 × 2 6π ഇലക്ട്രോൺ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനെന്തായാലും അരോമാറ്റിസിറ്റി ഉണ്ട്. രണ്ടാമത്തെ വരുമ്പോൾ 1 2 3 സെയിം സാധനം, ഇവിടെയും 6π ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ അരോമാറ്റിസിറ്റി ഉണ്ട്. രണ്ടാമത്തെ വരുമ്പോൾ നിങ്ങൾ 2π ഇലക്ട്രോണേ ഉണ്ടെന്ന് വിചാരിച്ച് 4π ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ട് ഇത് ആൻറ്റി അരോമാറ്റിക് ആണെന്ന് പറഞ്ഞ രീതിയിലേക്ക് പോലെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, അതിനെ ഇത് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലോൺ പെയറും ഉണ്ട് നൈട്രജനെ. ആ ലോൺ പെയറും 2π ഇലക്ട്രോണായിട്ട് ആക്ട് ചെയ്തിട്ട് അവിടെ ആസ് എ റിസൾട്ട് ടോട്ടൽ 6π ഇലക്ട്രോൺ വരും. അപ്പം ഇതും അരോമാറ്റിക് ആണ്. ഇനി പി എന്ന് പറയുന്ന കേസിൽ നമ്മൾ പറഞ്ഞ പോലെ 2π ഇലക്ട്രോണേ ഉള്ളൂ, അവിടെ 4π ഇലക്ട്രോണേ ഉള്ളൂ. അപ്പം എമ്മും എന്നും ഓയും അരോമാറ്റിസിറ്റി കാണിക്കുമല്ലോ. അപ്പോൾ ഓപ്ഷൻ എ അല്ലേ ഉത്തരം അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ മക്കളെ. ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ഇത് ഹാലോ ആൽക്കീൻസ് എന്നുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അരൈൽ ബ്രോമൈഡ്സ്? ഓക്കെ, അരൈൽ ബ്രോമൈഡ്സ് എന്ന് പറഞ്ഞാൽ അരൈൽ ബ്രോമൈഡ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ അരൈൽ ബ്രോമൈഡ്സ് ഉണ്ട്, ആൽക്കൈൽ ബ്രോമൈഡ്സ് ഉണ്ട്, ഹലോ ആൽക്കീൻസും ഹലോ അരൈൻസും. ഇതിനെ നമുക്ക് ഹലോ ആൽക്കൈൻസും ഹലോ അരൈൻസും ഇതിനെ നമുക്ക് ബ്രോമോ അരൈൻ എന്ന് വിളിക്കാം. ആൽക്കൈൽ ബ്രോമൈഡിനെ നമുക്ക് ബ്രോമോ ഹോമോ ആൽക്കൈൻസ് എന്നും വിളിക്കാം. അപ്പോൾ ഇതിനകത്ത് ബ്രോമോ അരൈൻ എന്ന് പറഞ്ഞാൽ ഇത് ഞാനിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത തവണ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ 2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ
എന്തായിരിക്കും? ബ്രോമോ അരൈൻ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പം സാറേ ബ്രോമോ അരൈൻ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ അരൈൽ ബ്രോമൈഡേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയില്ലേ? ഇത് രണ്ടും സെയിം ആണ് മക്കളെ. അത് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെയാണ് അരൈൽ ബ്രോമൈഡ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക. ഇത് എന്തായാലും ഒരു അരൈൽ ബ്രോമൈഡ് അല്ലെന്ന് മനസ്സിലായി. അരൈൽ ബ്രോമൈഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബെൻസീൻ റിങ്ങിൻ്റെ പ്രസൻസ് വേണം. എന്നാലേ അത് അരൈൽ ബ്രോമൈഡ് ആവൂ. അരൈൽ അലൈഡ്സ് ആവൂ. അപ്പോൾ ഇവിടെ ഒരു ബെൻസീൻ റിങ്ങിൻ്റെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് ഇവൻ എന്തായാലും ഓപ്ഷനിൽ ഇപ്പോൾ പക്കാണ് ബ്രോമിൻ അറ്റാച്ച് ചെയ്ത കാർബൺ റിങ്ങിലാണ് എന്തായാലും ഒരു അരൈൽ ബ്രോമൈഡ് ആണ് എന്ന ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. ഓ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബെൻസീൻ റിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ ചാടി കയറിക്കല്ലേ ഇതൊരു അരൈൽ ബ്രോമൈഡ് അല്ല, മറിച്ച് ഇതൊരു ആൽക്കൈൽ ബ്രോമൈഡ് ആണ്. കാരണം ഇവിടുത്തെ ഈ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഒരിക്കലും ഒരു ബെൻസീൻ റിങ് അല്ലല്ലോ, മറിച്ച് ഇതൊരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം അല്ലേ. അപ്പോൾ ഇതെങ്ങനെ മക്കളെ? ഇത് അരൈൽ ബ്രോമൈഡ് ആവുന്നത്, ഇത് ആൽക്കൈൽ ബ്രോമൈഡ് അല്ലേ. പക്ഷെ ഇവിടെ നോക്കി, ഇവിടുത്തെ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ബെൻസീനകത്ത് തന്നെ. അപ്പം ഇവനും അരൈൽ ബ്രോമൈഡാ. അപ്പം N&P ഓപ്ഷൻ എ ആണല്ലോ ഉത്തരം. എമ്മും ഓയും വരാത്ത എന്താണെന്ന് മനസ്സിലായല്ലോ. ഓ ഇച്ചിരി ട്രിക്കിയാണ്. കാരണം ഓയ്ക്കകത്ത് നിങ്ങളൊക്കെ എവിടെയാണോ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അവനായിരിക്കണം ബെൻസിൻ റിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിരുന്നത്. ഇവിടെയും കണ്ടല്ലോ, നിങ്ങൾക്ക് സ്ട്രെയിറ്റ് മനസ്സിലാക്കാവുന്നുള്ളല്ലോ. ഓക്കെ, 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാമല്ലോ മക്കളെ. 8ാമത്തെ ഡയറക്റ്റ് NCERT ചോദ്യമാണ്. ഓക്കെ, ഡയറക്റ്റ് NCERT തന്നിരിക്കുന്നത് നിങ്ങൾക്ക് മെക്കാനിക്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഡയറക്റ്റ് തന്നിരിക്കുന്ന കാര്യമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കാമല്ലോ. ബെൻസമൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ ആൻഡ് NaOH. ബ്രോമിൻ ആൻഡ് NaOH എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഹോഫ്മൈഡ് റിയാക്ഷൻ ആണ്. ടു പ്രോഡക്റ്റ് ഫോം എക്സ് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, എക്സ് കഴിഞ്ഞിട്ടും അപ്പോൾ കഥയുണ്ട്. വിച്ച് ഈസ് ദെൻ റിയാക്റ്റഡ് വിത്ത് NaNO2 ആൻഡ് HCl. ഓക്കെ, NaNO2 എന്നൊക്കെ പറയുമ്പോൾ വൺ സൈഡ് ഡയസോട്ടൈസേഷൻ, അതുപോലെ തന്നെ ഐസ് കോൾഡ് കണ്ടീഷൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വൈ. എന്നിട്ട് അടുത്താണ് വൈ ഈസ് ഇമ്മീഡിയറ്റ്ലി ട്രീറ്റഡ് വിത്ത് എഥനോൾ ടു ഗീവ് ഇസഡ്. വാട്ട് ഈസ് ഇസഡ്? ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് ബൈ ആയിട്ട് സ്റ്റെപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് മുറിക്കുക, ഇവിടെ വരെ ചെയ്യുക, എന്നിട്ട് മാത്രം എക്സ് കണ്ടുപിടിച്ചിട്ട് മാത്രം ഇത് ചെയ്യുക. ഓക്കെ, മുറിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു എളുപ്പമാവും. ഓക്കെ, അപ്പോൾ എന്താണ് ബെൻസമൈഡ് എന്ന് പറഞ്ഞാൽ CONH2. ഓക്കെ, ഇതിനെ നിങ്ങൾ ബ്രോമിൻ്റെയും NaOHൻ്റെയും പ്രസൻസിൽ നോക്കിക്കോ. ബ്രോമിൻ്റെ NaOHൻ്റെയും പ്രസൻസിൽ ഈ COയെ അവനങ്ങ് പൊട്ടിച്ചിട്ട് ഇത് NH2 ആകത്തില്ല, അനിലിനകത്തിൽ. ഇനി ഈ അനിലിനെ NaNO2 HCl ട്രീറ്റ് ചെയ്യുമ്പോൾ ഇതെന്ത് വരും? N2Cl ഫോം ചെയ്യത്തില്ല, ഡയസോണിയം ക്ലോറൈഡ് ഫോം ചെയ്യത്തില്ല, N2+ Cl- ആയിട്ടുള്ള ഇത് ഫോം ചെയ്യത്തില്ല. ഇനിയും ഇവനെ ഇഥനോൾ വെച്ച് ട്രീറ്റ് ചെയ്താൽ നമ്മുടെ ഡയറക്റ്റ് NCERT എഥനാലല്ലേ, എഥനോൾ വെച്ചിട്ട് ഇൻഡസ്ട്രിയെ ഡയറക്റ്റ് നമുക്ക് അറിയത്തില്ല ആൽക്കഹോളുമായിട്ട് ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ബെൻസീൻ ഉണ്ടാകുമെന്ന് ഡയറക്റ്റ് NCERT മെക്കാനിക്സ് ഇതൊന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 10 കിലോ +1 +2 പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും ആ എക്സാമിനെ അങ്ങനെ മെക്കാനിക്സ് എന്താണെന്നും ചോദിക്കും. ഇതിനകത്ത് നമ്മൾ മെക്കാനിക്സ് ഇപ്പോൾ എഴുതാതെ ചെയ്താലും ഇതിനകത്ത് കിട്ടാൻ പോകുന്ന 4 മാർക്കാണ് ശരി ഉത്തരത്തിന്. അപ്പോൾ മെക്കാനിക്സ് ഒന്നും എഴുതേണ്ട, അതൊക്കെ എല്ലാം ഡയറക്റ്റ് ആണല്ലോ തന്നിരിക്കുന്നത്. NCERT ഡയറക്റ്റ് ആണല്ലോ, ഒന്നുമില്ലല്ലോ വെളിയിൽ നിന്നൊരു രീതിയിൽ നിങ്ങളെ കുഴപ്പിക്കുന്ന രീതിയിൽ. അപ്പോൾ ഇതും വളരെ പക്കാണ്. ഇനി നമുക്ക് അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 9ാമത്തെ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഓർഗാനിക്കിനുള്ള പേടി മാറ്റും. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് കുറച്ചുകൂടെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, നമുക്ക് കോൺഫിഡൻസ് കൂടുതൽ ഓർഗാനിക് ഇഷ്ടപ്പെടും. ഓക്കെ, ഫിനോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ് നമുക്ക് MnOയും റെസ്പെക്റ്റീവ്ലി കണ്ടുപിടിക്കണം. ഫിനോളിന് NaOH ആൻഡ് Me വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് M കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് M എഴുതാം. നമുക്ക് ഈ ഓപ്ഷൻസ് ഇങ്ങോട്ടുണ്ട്. ഞാൻ ഓപ്ഷൻസ് ഒന്നുകൂടെ വൃത്തിക്ക്. ഇത് ഓപ്ഷൻ എ, ഇത് ഓപ്ഷൻ ബി, ഇത് ഓപ്ഷൻ സി, ഇത് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ എം എന്ന് ഓയും കണ്ടുപിടിക്കണം അത്. ഓക്കെ, കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഫിനോൾ എടുക്കുക. ഫിനോളിൻ്റെ അകത്ത് NaOH വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ
ഇവിടെ നിന്നുണ്ടാവുന്ന ഈ എച്ച് ഇവൻ അങ്ങ് മുറിട്ട് എച്ച് പോയിട്ട് ഇവിടെ ഈ എം ഇ വന്നിരിക്കുമല്ലോടാ. ഈ എച്ചിനെ NaOHന്റെ വെച്ച് ഇത് ചെയ്യുമ്പോൾ ഈ NaOH എന്ത് ചെയ്യും? NaOH എന്ന് പറഞ്ഞ ഒരു ബേസ് ആണ്. ഇവിടെ പ്രോട്ടോണൈസേഷൻ സംഭവിച്ചിട്ട് ഈ OHനകത്ത് എച്ച് മാറിയിട്ട് അവിടെ O- ഉണ്ടാവും. ആ O-നകത്തോട്ട് എം ഇ വന്ന് കയറും. അപ്പം നമുക്ക് എളുപ്പം എഴുതാലോ. ഇവിടെ ഇവിടെ എന്താണ് എഴുതുന്നത്? O CH3 ഉണ്ടാവുന്നതിന് മനസ്സിലായി. OCH3 ഉണ്ടാകുന്നത്. ബാക്കി ഓപ്ഷനിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ബി ഓപ്ഷൻ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് സിയും ഡിയിലേക്ക് എഴുതാം. ഓക്കെ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് CH3COCl ആയിട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇത്? വീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ അല്ലേ? വീഡൽ സ്പെല്ലിംഗ് തെറ്റിപ്പോയോ? വീഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിലെ വീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ അല്ലേ? വീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് പറയുമ്പോൾ CH3COCl എന്ന് പറയുമ്പോൾ ഈ CL പോയിട്ട് CL അങ്ങോട്ട് പോകും. COCH3 ആണ് ഇത് ചെയ്യേണ്ടത്. OCH3 ഒരു പാരാഡയറക്റ്റിക് ആണ്. അപ്പോൾ പാരയിലാണ് കൂടുതൽ നല്ലോണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ OMe എന്ന് പറഞ്ഞാൽ OCH3 തന്നെയാണ് മക്കളെ. അപ്പോൾ ഇവിടെ COCH3 വരത്തില്ലേ എന്ന് പറഞ്ഞാൽ ഈ സാധനം വരത്തില്ലേ? ഇത് അതുപോലല്ലേ? നമുക്കത് ഒന്നുകൂടെ ഇവിടെ ഒന്നുകൂടെ എഴുതിയെടുക്കാവേ. ഒന്നുകൂടെ എഴുതാം. OCH3 COCH3 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ME എന്ന് പറഞ്ഞാൽ ഇവിടെ CH3 ആണ്. അത് അറിയാവുന്ന കാര്യങ്ങൾ. ഇതിനെ ഇനി NaCl വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ CH3 ഈ CLുമായിട്ട് അങ്ങോട്ട് പോയിട്ട് ഇതിങ്ങനെ മുറിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ മുറിഞ്ഞിട്ട് ഇവൻ ഇങ്ങോട്ട് പോയിട്ട് ഇതിൻ്റെ റിസൾട്ടായിട്ട് ഇത് ഇങ്ങനെ ഉണ്ടാവുമല്ലോ മക്കളെ. ഇവിടെ OCH3യും ഈ ഡബിൾ ബോണ്ട് ഇവിടെ തന്നെ നിൽക്കും. എന്നിട്ട് ഇവിടെ O- Na+ആയിട്ടും ഉണ്ടാവുമല്ലോ. മനസ്സിലായല്ലോ മക്കളെ? ഒന്നുകൂടെ പറയാം. ഫീനോളിനകത്തോട്ട് NaOH Me- കൂടെ ഇത് ചെയ്യുമ്പോൾ ഈ OH ബേസ് കാരണം ഇവൻ ഡീപ്രോട്ടോണൈസേഷൻ ചെയ്തിട്ട് ഇവിടെ O- എന്ന് പറഞ്ഞ എനോലൈറ്റ് ഫോം ഉണ്ടാകുമ്പോൾ ഈ ME ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. ME വന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ OCH3 എന്ന് പറയുന്ന ഫോമിലേക്ക് വരും. ഇനി ഇവിടെ അതിനെ ഫീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ചെയ്യുമ്പോൾ പാസ് റിസൾട്ട് ഈ OCH3 ഇവിടെ തന്നെ നിൽക്കും. OCH3 ഒരു പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഈ അസൈൽ ഫോം COCH3 അതിൻ്റെ പാരാ പൊസിഷനിലേക്ക് പോയി ഇതിങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടായിട്ട് ഇതിനെ NOCl വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ആ CLും ഇവിടെ നിന്നാണ് ഇത് മുറിയുന്നത്. അപ്പോൾ CH3 ഇതിയിട്ട് NO- വന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരേ ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ. ഓക്കെ. ഇവിടെ നോക്കുമ്പോൾ ഇത് കറക്റ്റാണ് ഈ തന്നിരിക്കുന്നത്. പക്ഷേ അത് മെറ്റാ പൊസിഷനാണ്. ഇവിടെ പാരയിലാണ്. ഇത് കൂടുതൽ ശ്രമിച്ച് വെക്കണം. കൂടുതൽ പറഞ്ഞാൽ മേജർ പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ട് ഇനി മേജറും മൈനറും പ്രോഡക്റ്റും ചോദിച്ചാൽ നമ്മൾ പെട്ടുപോയനെ. മൈനർ എന്ന് പറഞ്ഞാൽ അത് ഓർത്തോയും മേജർ എന്ന് പറയുമ്പോൾ അത് പാരയുമാണ് മക്കളെ. മെറ്റയും ഓർത്തോയും പാരയും ഓർത്തിരിക്കാൻ ഞാനൊരു ഇത് വരുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ അവൻ എപ്പോഴും നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ എപ്പോഴും പാരയാ. അപ്പുറത്തിരിക്കുന്നവൻ ഇപ്പുറത്ത് തൊട്ടടുത്തിരിക്കുന്നവൻ അവനെ ഒന്ന് ഓർത്തോണേ. അവനെ ഒന്ന് ഓർത്തോണേ. അറ്റേതേരാ ഇത് മെറ്റ. ഓക്കെ. അറ്റേതാ മറ്റവനാ മെറ്റ. ഓക്കെ. കിട്ടിയല്ലേ അവനെ? അപ്പോൾ ഇത് ഓർത്തോ, ഇത് പാര, ഇത് മെറ്റ, ഇത് പാര, ഇത് ഓർത്തോ, ഇത് മെറ്റ. അപ്പോൾ പാരയിലോട്ട് വരുന്നതാണ് ഏറ്റവും കൂടുതൽ എന്താണ് മേജർ. ഇങ്ങോട്ട് വരുന്ന ഇവനായിരിക്കും ഏറ്റവും കൂടുതൽ ഇവനായിരിക്കും മൈനർ. ഓക്കെ. ഓർത്തോയും ഇത് നമ്മളൊന്ന് എഴുതുക. ഓർത്തോയും പാരയും വന്നാൽ പാര ആയിരിക്കും മേജർ, ഇവനായിരിക്കും മൈനർ. ഓക്കെ. നമ്മളോട് ഇവിടെ മേജർ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഓർത്തോ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഓപ്ഷൻ എ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ എ ആണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാമല്ലോ നമുക്ക്. ഓക്കെ. 10ാമത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ പിള്ളേർ പറയാം മേജർ പ്രോഡക്റ്റ് ഓഫ് P ഓഫ് ദ ഫോളോയിങ്. ഇങ്ങനൊരു റിയാക്ഷൻ വന്നിട്ട് ഇതിനകത്ത് പി എഴുതാനാണ് പറഞ്ഞത്. ഇതൊരു സിമ്പിൾ ചോദ്യം. നിങ്ങൾ കുറച്ച് ചിലപ്പോൾ കൂടുതൽ പഠിച്ചുകൊണ്ട് ഇത് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇത് മാർക്കോണിക്കോസ് റൂളാണ്. മാർക്കോണിക്കോസ് റൂൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പാർട്ട് ഓഫ് ആണ് ലെസ് ഇതായിട്ടുള്ള കാർബണിനകത്തോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഈ പോയിട്ട് H+Br- ഇങ്ങനെ മുറിട്ട് ഈ ബ്രോമിൻ ഇവിടെ പോയിരിക്കും. ഇവിടെ അല്ല പോയിരിക്കുന്നത്. കാരണം അതിനകത്ത് നമ്മുടെ സൈഡ് റൂൾ വെച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇവിടാണ് പോയിരിക്കുന്നത്. ഇവിടെ അല്ല പോയിരിക്കുന്നത്. സൈഡ് റൂളാണ്. മാർക്കോണിക്കോസ് റൂളാണ് ഇത്. മാർക്കോണിക്കോസ് റൂള് ശരിയായിരിക്കും.
ശരിയാണ് തോന്നുന്നു. മാർഗാനിക്കോസ് റൂള്. മാർഗാനിക്കോസ് റൂള് വെച്ചിട്ട് ഇവിടെ വന്നാണ് ബ്രോമിൻ പോയിരിക്കുന്നത്. ഇവിടെയല്ല. അത് സെയ്ഡ്-സിക്സ് റൂള് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. സെയ്ഡ്-സിക്സ് റൂള്. അപ്പോൾ ഓപ്ഷൻ എ ആണല്ലോ ആണല്ലോ ഉത്തരം. ഇനി കുട്ടികൾ തെറ്റിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് പെറോക്സൈഡ് ഇവിടെ എഫക്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇനി ഇത് പെറോക്സൈഡ് എന്ന് ഇവിടെ കാണുവാണെങ്കിൽ, നമുക്കിവിടെ കാണുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് മനസ്സിലാവും പെറോക്സൈഡ് എന്ന് പറയുമ്പോൾ ഈ സെയ്ഡ്-സിക്സ് റൂളിനെ അത് വയലേറ്റ് ചെയ്തിട്ട് ഇത് ഇവിടെ വന്നായിരിക്കും പെറോക്സൈഡിന്റെ പ്രസൻസിലെ പ്രോഡക്റ്റ്. പിന്നെ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇന്നൊരു അഡീഷണൽ പോയിന്റാണ്. നമ്മൾ HBr പകരം HCl ഉപയോഗിച്ചെന്ന് വെച്ചു. HCl ഉപയോഗിച്ചിട്ട് ഞാൻ പെറോക്സൈഡ് ഇവിടെ ഇതുപോലെ എഴുതിയെന്ന് വെച്ചാലും രണ്ട് സ്ഥലത്തും ഇവൻ തന്നെ ഉത്തരം. കാരണം പെറോക്സൈഡ് എഫക്റ്റ് ഓൺലി HBrലേ ഷോ ചെയ്തുള്ളൂ. പെറോക്സൈഡ് എഫക്റ്റ് only shows in HBr, not in HCl and HI. കാരണം HClനകത്ത് ഹൈഡ്രജൻ ബോണ്ടുണ്ട്, HIയും നല്ല സ്ട്രോങ് ബോണ്ട്. HBrനെ മാത്രമേ പെറോക്സൈഡിന് HBrലെ ബോണ്ട് മാത്രമേ പൊട്ടിക്കാൻ പറ്റുള്ളൂ. HClനകത്ത് ഹൈഡ്രജൻ ബോണ്ടുകളുണ്ട് ഒരിക്കലും പെറോക്സൈഡ് എഫക്റ്റ് ഒന്നും കാണിക്കില്ലെന്നും കൂടെയുള്ള വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണമെന്ന് ഞാൻ ഇതിലും കൂടെ പറയുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. അടുത്ത് നമ്മുടെ 11ാമത്തെ ചോദ്യം. ഓക്കെ, 11ാമത്തെ ചോദ്യം. ഇങ്ങനത്തെ ഒരു വലിയ ചോദ്യം കാണുമ്പോൾ എല്ലാവരുടെ ഒരു കാര്യം, ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു മടുപ്പാ. അയ്യോടെ ഇനി ഇത് ഇത്രയൊക്കെ വായിക്കണമല്ലോ. അങ്ങനെ പല മക്കളെ, ഇത് മറ്റേ ഈ വലിയ മനുഷ്യൻ വന്നിട്ട് തട്ടേ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചൊക്കെ സിമ്പിളാണ്. ഇതിന് ഇത്രയും ഒരു കാൽക്കുലേഷൻ പട്ടൊക്കെ കാണുമ്പോൾ അയ്യോ കാൽക്കുലേഷൻ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞേക്കും. പക്ഷെ വേണ്ട, പ്യുവർ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ പ്യുവർ കൺസെപ്റ്റ്, ഇത് ട്രിക്കല്ല മക്കളെ, ഇത് ട്രിക്കല്ല. പ്യുവർ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും കളയ്ക്കും. പ്യുവർ കൺസെപ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം വയ്ക്കും, എന്നിട്ട് ബ്രേക്ക് ചെയ്യും. ആൻഡ് aqueous solutions contain 1 molar X2 plus and 0.01 m എന്ന് പറഞ്ഞാൽ 10⁻³ മോളാർ. അങ്ങനെ പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ കുറച്ച് 10⁻³ മോളാറും അതുപോലെ തന്നെ 1 മോളാർ Y2 plus ions at 25 degrees Celsius. The X2 plus and Y2 plus ions do not interact with each other. Okay, ബേഡിയ, കുഴപ്പമൊന്നുമില്ല. This solution is put in an electrolytic solution and the voltage is gradually increased till a current. Okay, voltage is gradually increased. Okay, voltage gradually increase ചെയ്യുന്നു. മാർക്ക് ചെയ്യേണ്ട പോയിന്റ് ആണ് മക്കളെ, begins to flow through the cell. Okay, voltage is maintained at this point and a deposit is observed on the cathode. Okay, ഡെപ്പോസിറ്റ് ചെയ്യുന്നു, കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. കറണ്ട് ബിഗിൻസ് ഫ്ലോയിങ് ചെയ്തോളൂ, കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. What is the composition of materials deposited on the cathode? Okay, അപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ വയ്ക്കുമ്പോൾ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ തോന്നും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു കാൽക്കുലേഷൻ ചെയ്യാനൊക്കെ ചോദിക്കുക. കാൽക്കുലേഷൻ്റെ ഒന്നും ആവശ്യമില്ല. പ്യുവർ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. പ്യുവർ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷനിലേക്ക് എക്സ് ആണോ വൈ ആണോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എന്തായാലും നിങ്ങൾ വിചാരിക്കും എന്തായാലും ഈ മറ്റേ റിഡക്ഷൻ പൊട്ടൻഷ്യലിന് വലിയ വ്യത്യാസമൊന്നുമില്ല, അധികം ഡിഫറൻസ് ഒന്നുമില്ല. എക്സിനാണെങ്കിൽ ഭീമൻ ഡിഫറൻസ് ഉണ്ട് വൈയേക്കാൾ. അപ്പം നിങ്ങൾ വിചാരിക്കും ഒന്നെങ്കിൽ എക്സ് മാത്രമായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തായാലും എക്സിൻ്റെ ആയിരിക്കും കൂടുതലെന്ന് വിചാരിക്കും. മക്കളെ, അത് തെറ്റാ. കാരണം ആ ഒരു നിങ്ങളുടെ മിസ്കൺസെപ്ഷനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വോൾട്ടേജ് ഈസ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് till a current begins to flow through the cell. എപ്പോൾ കറണ്ട് ഫ്ലോ നടന്നെടുത്തോളം വരെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ വരും. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും ഏത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണോ കൂടുതൽ, ഏതിനാണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ അവനായിരിക്കും കാഥോഡിൽ ഡെപ്പോസിറ്റ്. എന്നിട്ടേ വേറെ കളി നടക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇക്വേഷനിലേക്ക് വെറുതെ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് 1 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ 30 സെക്കൻഡ് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യും. ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ഒരു ക്ഷമ മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ വോൾട്ടേജ് ഗ്രാജുവലി ഇൻക്രീസ് ആണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് പിടിക്കാം ഏതിനാണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ അവനായിരിക്കും ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. അവനായിരിക്കും ഫസ്റ്റ് ഡെപ്പോസിറ്റ് ഇൻ ദ കാഥോഡ്. അവനായിരിക്കും കാഥോഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവന്മാരുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇവനെ നോക്കുമ്പോൾ ഇവന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലേ കൂടുതൽ. അപ്പൊ വൈ ആയിരിക്കത്തില്ല ഉടനെ പോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന കാഥോഡിൽ. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാ? ഡി മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഡി അല്ലേ കറക്റ്റ് ഉത്തരം. എന്നാ ഡി അല്ലേ? വ്യക്തമായിട്ട് മനസ്സിലായല്ലോ മക്കളെ. ഓക്കെ, ഇത് ഞാൻ വളരെ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു പ്രശ്നം ഒരു മനസ്സിലാവാത്തുണ്ടെങ്കിൽ മക്കൾ ഒന്നുകൂടെ ഒരു മിനിറ്റ് മക്കൾ ഒന്നുകൂടെ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പ്ലേ ചെയ്ത് കാണുമ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇത് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. ഫോർ ദ റിയാക്ഷൻ ഇൻവോൾവിങ് ഐഡിയൽ ഗ്യാസ് A plus 2B gives 2C plus 3D. Which of the following plots is qualitatively correct? AP and KC are the equilibrium constants in terms of pressure and concentration respectively. T is the absolute temperature. ഓക്കെ, അപ്പം നമുക്കിത് കെ പിയും കെ സിയും ടെമ്പറേച്ചറും ഒക്കെ കൂടെ വെച്ചിട്ടുള്ള ഒരു റിലേഷനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ഗ്രാഫാണ്. അപ്പം നമുക്കറിയാലോ കെ പിയും കെ സി ടിയും കൂടെ ഒക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഒരു റിലേഷൻ എന്താണ്? കെ പി ഇസ് ഈക്വൽ ടു കെ സി ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഇതാണ് നമുക്ക് അറിയാവുന്ന ഇവന്മാരെ വെച്ചിട്ടുള്ള ഒരു റിലേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഡെൽറ്റ എൻ നോക്കുക. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് ഡെൽറ്റ എൻ ഓഫ് റിയാക്ടന്റ്. നിങ്ങൾ ഈ ഡെൽറ്റ എന്നിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഈ തെർമോഡൈനാമിക്സ് ഈ ഡെൽറ്റേൻ്റെ കുറേ കേസ് വരുന്നുണ്ട്. കുറേ കേസിനകത്ത് മറ്റേ ഗിബ്സ് എനർജി അല്ലെങ്കിൽ മറ്റേ സ്റ്റാൻഡേർഡ് എനർജി ഓഫ് അറ്റോമൈസേഷനും ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ ഡെൽറ്റ എനർജി ചിലടത്ത് പ്രോഡക്റ്റ് മൈനസ് റിയാക്ടൻ്റ് ആയിരിക്കും, ചിലത് പ്രോഡക്റ്റ് റിയാക്ടൻ്റ് മൈനസ് പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ കേസെല്ലാം നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ നോക്കണമെന്ന് സാറൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ എന്ന് കണ്ടുപിടിക്കുമ്പോൾ 5 മൈനസ് 3 2 എന്ന് വരും. അപ്പോൾ കെ പി ബൈ കെ സി ഇസ് ഈക്വൽ ടു ആർ ടി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞാൽ കെ പിയും കെ സി ആർ ടിക്ക് അനുസരിച്ച് കെ പിയും കെ സി ടിക്ക് പ്രപ്പോർഷനാണ്. കെ പി ബൈ കെ സി കൂടുമ്പോൾ ടിയും കൂടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരേ ഒരു ഗ്രാഫ് അല്ലേ മക്കളെ ഇവിടെ ഉള്ളൂ. ഇവിടെ ഒരു ഗ്രാഫേ അല്ലേ ഉള്ളൂ. അത് ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്ന് മനസ്സിലായല്ലോ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ മക്കളെ. 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 13ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് ദ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഫോർ എ റിയൽ ഗ്യാസ് ഈസ് ഗിവൺ ബൈ P plus A by V square minus V minus BA is equal to RT. What is the dimension of A and B? ചില കുട്ടികൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ എ എണ്ണയും ബിയുടെയും വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് കാണാൻ പിടിച്ചു വെക്കും ഡയമെൻഷൻ. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒന്നാമത് തന്നെ കുറേ കാര്യങ്ങൾ കാണാൻ പഠിക്കുമ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളും കൂടെ കാണാൻ പഠിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം അങ്ങനെ അത് ഒരിക്കലും ചെയ്യേണ്ടാത്ത ഒരു പരിപാടി. ഞാൻ ഐഡിയലി പറയാം, ഡോണ്ട് റിമെമ്പർ ഇതുപോലുള്ള ഷിറ്റി തിങ്സ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. നിങ്ങൾ ഒന്നാമത് തന്നെ കുറേ കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സോൾവ് ചെയ്യേണ്ട ഒരു രീതി എന്ന് ഇങ്ങനെ 2 ടേംസ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ഇത് തന്നിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി എ. നിങ്ങളുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞ ഫിസിക്സിലെ ചാപ്റ്ററിൽ നിങ്ങൾ ഇത് പഠിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറയുന്ന സൊല്യൂഷനിലേക്ക് നിങ്ങൾ എത്തുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം ഈ ഡയമെൻഷൻ ഓഫ് പി ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ബൈ ബി സ്ക്വയർ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ പി വി സ്ക്വയർ എന്ന് എഴുതാമല്ലോ, പി വി സ്ക്വയർ എന്ന് എഴുതും. അതേപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് വി ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എ ബൈ ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ പി വി സ്ക്വയർഡ് ബൈ വി. വി ആസ് എ റിസൾട്ട് പി വി എന്ന് എഴുതാലോ. അപ്പോൾ പിയും വിയും നോക്കുമ്പോൾ ഇതാണല്ലോ എ ബൈ ബിയുടെ ഡയമെൻഷൻ. പി എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ML T⁻² ആണ് ഫോഴ്സിൻ്റെ. L² ആണ് ഇതിൻ്റെ ഏരിയയുടെ ഇത്.
അപ്പോൾ ഇവിടെ എൽ ക്യൂബാണ് വോളിയത്തിൽ. അപ്പോൾ ഇവിടെ പോയിട്ട് ഇവിടെ ഈ എൽ ക്യൂബ് വെട്ടി പോയിട്ട് ഇവിടെ ഒരു എൽ മാത്രം നിൽക്കും. അങ്ങനെ ml² T⁻² ആണ് A/Bയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ അല്ലേ? ഇത് കുറച്ചുകൂടെ ഫിസിക്സ് റിലേറ്റഡ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് അറിയാവുന്ന ഒരാൾക്ക് എളുപ്പം ചെയ്യാവുന്നുള്ളൂ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണെന്ന് മനസ്സിലായത് മക്കളെ? ഓപ്ഷൻ എ ആണ്. ഇനി ഓക്കെ, നമ്മൾക്ക് 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 14ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ സൊല്യൂഷൻ ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാലോ. ഓക്കെ, ഇത് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇറിറ്റേഷൻ വരുമെന്ന് ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 gram of naphthoic acid molecular weight is equal to 172. Dissolved in a 20 ml of benzene shows a freezing point depression at 2 Kelvin. For benzene, the freezing point depression constant is equal to Kf. നിങ്ങളെ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് മറ്റേ കോൺസ്റ്റന്റ് ഇതൊക്കെ KF-ഉം KB ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതെല്ലാം നിങ്ങൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. KF is equal to 5 Kelvin kg/mole and the density is equal to 0.88 gram/ml. What is the magnitude of the Van Hoff factor? ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഞാൻ ഈ സാധനത്ത് പറയും, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ KF എൻ്റെ കാര്യം ഞാനിവിടെ പറയുമ്പോൾ തന്നെ KB വെച്ചിട്ടുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഈ പാഠത്തിന് അതിനകത്ത് നിങ്ങളിപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ NCERT എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ നോട്ട് എടുക്കുക. നിങ്ങൾ ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക. KF പറയുമ്പോൾ KB പഠിക്കുക, KFൻ്റെ വാല്യൂ എത്ര വാട്ടറിന്, KBയുടെ വാല്യൂ എത്ര വാട്ടറിന്, ഇങ്ങനെയുള്ള കേസുകളെല്ലാം കൂടി നിങ്ങൾ പഠിച്ചിട്ട് അതിനകത്ത് ഒരു ഗ്രാഫ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഗ്രാഫ് ഉണ്ടെന്ന് തോന്നുന്നല്ല, ഗ്രാഫുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും എല്ലാം കൂടെ നിങ്ങൾ ഒന്ന് ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനോ ഒന്നുമില്ല ചെയ്യാൻ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്കറിയാം ΔT is equal to IKF. M എന്നാണല്ലോ ഇക്വേഷൻ. ഇവിടുത്തെ M എന്താ? മൊളാലിറ്റി ആണ്, നോട്ട് മൊളാരിറ്റി. മൊളാലിറ്റി ആണ്, മൊളാലിറ്റി. അപ്പോൾ ഇതിനകത്തെ എന്താണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക്. അപ്പോൾ I ആണ് കണ്ടുപിടിക്കുന്നത്. ഈ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ΔT ഡിവൈഡഡ് ബൈ KF M വെച്ചിട്ടല്ലേ കണ്ടുപിടിക്കുന്നത് I. അപ്പോൾ ഇവിടുത്തെ ΔT ഡിപ്രഷൻ, ഫ്രീസിംഗ് ഡിപ്രഷൻ എത്ര? 2 Kelvin. 2 ഡിവൈഡഡ് ബൈ, കാരണം നമ്മൾ ഇതിനെ ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഒന്നും ആക്കണ്ട, കാരണം ഓൾറെഡി KFൻ്റെ ഒക്കെ ഇതിനകത്തൊരു കെൽവിൻ ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ടൊന്നും ആക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ട് ഇനി KF ഇത് ചെയ്യുമ്പോൾ 5, KF 5. ഇനി മൊളാലിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ, W/M. W/M എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്പർ ഓഫ് മോൾസ് അല്ലേ, ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മാസ് ഇൻ ഗ്രാം. ഇനി മാസ് ഇൻ കിലോഗ്രാം ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ 1/1 എന്നുള്ള രീതിയിൽ 1 മാസും കിലോഗ്രാം എന്ന് എടുക്കണം. ഓക്കെ, ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. 2/2 ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, 2 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു മാസ് എത്ര മക്കളെ വരുന്നത്? മാസ് W 2 മോളിക്കുലർ വെയിറ്റ് 172 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ, ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഇവിടെ വോളിയം തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഇൻറ്റു ചെയ്ത എന്ന് പറഞ്ഞാൽ മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ബൈ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ. മാസ് കണ്ടുപിടിക്കാൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ പോരെ. അപ്പോൾ നമ്മൾ നോക്കുക, ഈ 20 ml 0.88 കൂടി ഇത് ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ 20 ഇൻറ്റു 0.88. അങ്ങനെ പറയുമ്പോൾ ഇത് ഐയുടെ ഇക്വേഷൻ അല്ലേ. ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഐയുടെ വാല്യൂ നമുക്ക് 0.605 എന്ന് കിട്ടും. അതാണ് ഓപ്ഷൻ എ. നിങ്ങൾ കാൽക്കുലേഷൻ പാട്ട് ഞാൻ ചെയ്യുന്നില്ല, മക്കൾക്കെല്ലാം ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ എയിലേക്ക് വന്നല്ലോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് മനസ്സിലായി. ഓപ്ഷൻ എ ആണ് ഉത്തരം. 14ാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് ഏറ്റവും 2022 ലാസ്റ്റ് ക്വസ്റ്റ്യനായ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. ഇത് എന്താണ്? നമ്മുടെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിനായിട്ടുള്ള ഒരു ഡൈപോൾ മൊമെൻറ്റിൻ്റെ. ഡൈപോൾ മൊമെൻറ്റ് കൂടുതൽ പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ കെമിക്കൽ ബോണ്ടിങ്ങിലാണ്. എനിക്ക് തോന്നുന്നില്ല, ഉറപ്പാണ് കെമിക്കൽ ബോണ്ടിങ്ങിലാണ് ഡൈപോൾ മൊമെൻറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റും കൂടെ വെച്ചിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്നാൽ, ഓർത്തോ പൊസിഷനിൽ ഓർത്തോ അല്ല, പാരാ പൊസിഷനിൽ സെയിം ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഡൈപോൾ മൊമെന്റ് 0 ആണ്. ഓക്കെ, ഈ ഒരു കാര്യം മക്കളുടെ മനസ്സിൽ വെച്ചു.
അപ്പോൾ നോക്കുക, നമുക്ക് ഓപ്ഷൻസ് എല്ലാം കൂടെ ഒന്ന് നോക്കണം. ഓപ്ഷൻസ് എല്ലാം കൂടെ നോക്കുമ്പോൾ ഈ ഫ്ലൂറിൽ ഈ ഫ്ലൂറിൽ ഇതിൻ്റെ ഈ ഫ്ലൂറിൻ തന്നെയല്ലേ ഇതിൻ്റെ പാരലൽ. അപ്പം ഞാൻ ഇപ്പം ഈ പറഞ്ഞതിനെ എന്താണ് അതിൻ്റെ പറഞ്ഞതിൻ്റെ ഒരു റിസൾട്ടായിട്ട് അതിൻ്റെ തൽഫലമായിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കുമല്ലോ, ഇതിനാണ് ഏറ്റവും കൂടുതൽ സെയിം ഗ്രൂപ്പാണ് പാരലലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവൻ ഇങ്ങോട്ടും വലിക്കും, ഇവൻ ഇങ്ങോട്ടും വലിക്കും. ഇവന്മാർ രണ്ടും ഇങ്ങനെ വലിച്ച് വലിച്ച് എൻ്റെ ഡൈപോൾ മൂവ്മെൻറ്റ് നെറ്റ് മൂവ്മെൻറ്റ് 0 ആയിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയ ഓപ്ഷനേ വേറൊരു ഇതൊന്നും നോക്കാനില്ല. എന്നാലും നമുക്ക് ബാക്കിയുള്ള മോളിക്യൂൾസിലേക്കും കൂടെ ഒന്ന് പോവാം. ബാക്കിയുള്ള മോളിക്യൂൾസിലേക്ക് പോകുമ്പോൾ നോക്കുക, ഇത് പാര കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇത് മെറ്റല. പാര കഴിഞ്ഞാൽ ഏറ്റവും മെറ്റൽ. ഇവനും ഇങ്ങോട്ട് പോകും, ഇവനും ഇങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഒരാൾ അപ്പുറത്ത് ഇപ്പം മറ്റേ മടമ്പല് വലിക്കുമ്പോൾ രണ്ടറ്റത്തുനിന്ന് വലിക്കുന്നുണ്ട്, രണ്ടുപേരും അങ്ങോട്ട് വലിച്ച് വലിച്ച് അവൻ 0 ആയി പോകും. മറ്റേന്ന് പറയുമ്പോൾ ഇവൻ ഡൈപോൾ മൂവ്മെൻറ്റ് ഡിസ്റ്റൻസിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ മെറ്റെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എന്താണ് ദൂരം കുറഞ്ഞു, ദൂരം കുറഞ്ഞു. എന്നാലും പക്ഷേ അതിന് ഡൈപോൾ മൂവ്മെൻറ്റ് എത്ര സ്ട്രോങ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഓർത്തോയിലാണ് നിങ്ങളുടെ ഗ്രൂപ്പ് ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് അതിനായിരിക്കും ഡൈപോൾ. കാരണം അടുത്തിരുന്ന വലിക്കുക, അപ്പോൾ കുറച്ചുകൂടി ഒരു ബുദ്ധിമുട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചാൽ ഉറപ്പായിട്ട് 0, ഇങ്ങനെ വലിച്ചാലും ഒരു വ്യത്യാസമുണ്ട്, ഇങ്ങനെ വലിച്ചാലും. പക്ഷേ ഇവിടെ ഇരുന്ന വലിക്കുന്നെങ്കിൽ ഓർത്തോ പൊസിഷനിൽ ഇരുന്ന വലിക്കുന്നെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ട്. ഹരയാകുമ്പോൾ ഇങ്ങനെ വലിച്ച് 0, മെറ്റാകുമ്പോൾ ഇങ്ങനെ ഒരു വലിച്ചൊരു പ്രശ്നം, ഒരു കുറച്ചൊരു കുറവായിരിക്കും, എന്നാലും 0. ഓർത്തോയിലിരിക്കും ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും തന്നെ ഇനി ഫ്ലൂറിനെ കേസ് ഉറപ്പായിട്ടും ഡൈപോൾ മൂവ്മെൻറ്റ് ഫ്ലൂറിന് തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരവ് നിങ്ങൾക്ക് പറയാമല്ലോ. ബാക്കി എല്ലാ ഇതിനകത്തൊക്കെ ഇതൊക്കെ എന്തായാലും പൊട്ടത്തില്ല. കാരണം എന്താ, ഇതിനകത്ത് സെയിം പൊസിഷൻ പാരയിൽ വന്നിട്ട് പോലും എൻ്റെ ഡൈപോൾ മൂവ്മെൻറ്റ് കൂടുതലാണ് ഓർമ്മ. ഇതെന്തായാലും തെറ്റ്. അത് നിങ്ങൾക്ക് ഈ ബിയും സിയും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കും, അനലൈസ് ചെയ്യുന്നത് മനസ്സിലാവും. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. അപ്പോൾ നമ്മുടെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മക്കളെ. അപ്പോൾ നമ്മുടെ ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. 2024 നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു, പിന്നെ 2023 ചെയ്തു, ഇപ്പോൾ 2022 നമ്മൾ ചെയ്തത്. അപ്പോൾ മകളെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാൽക്കുലേഷൻ പാർട്ടുണ്ട്. നമ്മുടെ ഈ KF-ൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കാൽക്കുലേഷൻ പാർട്ടുണ്ട്. എന്നാൽ നല്ല പോലെ തിങ്ക് ചെയ്യേണ്ട, നല്ല കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കേണ്ട ഒരാൾക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് എൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ, കാണാൻ പഠിച്ചിട്ട് പോകുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. എന്നാൽ നമ്മുടെ സമയം ലാഭിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ സമയം ലാഭിക്കുന്ന ഡയറക്റ്റ് ഇപ്പോൾ എൻ്റെ അരോമാറ്റിസിറ്റി ചോദിക്കുന്ന ചോദ്യമായാലും ഈ ചോദ്യം എന്നൊക്കെ പറഞ്ഞാൽ അധികം സമയം കളയാത്ത ചോദ്യമാണ്. ഈ ഒരു ചോദ്യം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞാൽ അധികം സമയം നമുക്ക് ഭയങ്കരമായിട്ട് കളയാൻ പറ്റാത്ത നല്ലപോലെ ലാഭിക്കാവുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ പ്യുവർ തിയററ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഇച്ചിരി കാൽക്കുലേഷൻ പാർട്ടിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു എന്താ പറയുക സന്തുലിതമായി നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഇത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണല്ലോ. ഒരു സ്റ്റാൻഡേർഡ് കുറച്ച് കാണിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിന് ഇതുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഉത്തരം പെട്ടെന്ന്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം നമ്മളൊരു പ്ലേലിസ്റ്റ് ആക്കി നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സാം പോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന മോക്ക് ടെസ്റ്റ് ഇത് ചെയ്യുക. ആ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊണ്ട് നിങ്ങൾ ഓടിച്ചാടി കയറി അന്നേരിയായിട്ട് വേണ്ട രീതിയിൽ അതിനെ സമീപിക്കുക. ഓക്കെ, എക്സാം എഴുതുന്ന പോലെ തന്നെ നമുക്ക് എഴുതാം. ഓക്കെ ബൈ മക്കളെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.